കാറുകാരൊക്കെ പോകും. ഇതന്നെ വീട്. ഇതാണ് നമ്മളെ സ്ഥാനാർത്ഥിന്റെ വീട്. ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ട്. നോക്കാല്ലേ, തട്ടി നോക്കട്ടെ. ഇല്ലല്ലേ, ഉറപ്പല്ലേ? ആ, തുറന്നിട്ടേക്കാം. അപ്പോൾ നമ്മുടെ ദാസൻ്റെയും വിജയൻ്റെയും ഇന്നത്തെ സ്ഥാനാർത്ഥി ഒരു അധ്യാപകനാണ്. PA ജോർജ് എന്നാണ് ഒഫീഷ്യൽ നെയിം. ഇപ്പോൾ നാട്ടുകാരുടെ ഒക്കെ ജോഷി പാരിക്കാപ്പള്ളിയാണ്. ജോഷി ചേട്ടൻ എന്നാണ്, ജോഷി സാർ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ഇരിട്ടി ബ്ലോക്കിലേക്ക് 5ാം ഡിവിഷനിൽ കരിക്കോട്ടക്കരിയിൽ നിന്ന് ജനവിധി തേടുന്ന സാറാണ് വിജയ നമ്മോടൊപ്പം ഉള്ളത്. ജോഷി സാർ, നമ്മൾ ജോഷി സാർ എന്ന് വിളിക്കാം. നമസ്കാരം. 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 അപ്പോൾ ദാസനും വിജയനിലേക്കും ഹർദമായ സ്വാഗതം. ഇലക്ഷൻ അടിപൊളിയായിട്ട് ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നവർക്ക് കൊഴുത്തു വരികയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഇലക്ഷൻ പ്രചരണമൊക്കെ? വളരെ സുഗമമായിട്ട് നല്ല പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഈ പഞ്ചായത്തിൽ, അയ്യമ്പുന്ന് പഞ്ചായത്തിൽ ഏത് മുക്കിലും മൂലയിലും ചെന്ന് കഴിഞ്ഞാലും എൻ്റെ വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്തുക്കൾ, കുടുംബപരമായിട്ടുള്ള ധാരാളം ബന്ധുക്കൾ. അപ്പോൾ ഈ ബന്ധങ്ങളെല്ലാം, ഈ സുഹൃത്തുക്കളെല്ലാം, അതുപോലെ തന്നെ ശിഷ്യവലയങ്ങളെല്ലാം എനിക്ക് വളരെ വലിയൊരു പ്രചോദനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് ഏറ്റവും ഹൃദ്യമായിട്ടാണ് ഓരോ ദിവസവും എന്നെ അനുഗ്രഹിച്ച്, അതുപോലെ തന്നെ ധാരാളം പേര് എന്നെ ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹമാണ്, അവരുടെ ആ ഒരു സൗഹൃദമാണ് ഈ ദിവസങ്ങളിലെല്ലാം എന്നെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നതിന്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ, മുന്നണി പ്രവർത്തകർ, ഇതെല്ലാം വളരെ പ്രചോദനാത്മകമാണ്. ഈ പറഞ്ഞ സൗഹൃദങ്ങളൊക്കെ ഓട്ടായി മാറുമല്ലേ വിജയ? അങ്ങനെ ഓട്ടായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേഗമായിരുന്നു ഒരു പൊതുപ്രവർത്തന മേഖലയിലേക്കുള്ള പ്രവേശനം. അതെങ്ങനെയുണ്ട്? ആ ഒരു പ്രതീക്ഷിച്ചിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു വേഗം എന്നുള്ള മത്സര രംഗത്തേക്കുള്ള വരവ്? എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കൊട്ടുകപ്പാറ LP സ്കൂളിലാണ്. അതിനുശേഷം ഹൈസ്കൂള്, UP സ്കൂള്, ഹൈസ്കൂള് കരിക്കോട്ടക്കരിയാണ്. അപ്പോൾ കരിക്കോട്ടക്കരി ഹൈസ്കൂളിൽ വെച്ച് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഞാൻ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ സ്കൂളിൽ ധാരാളം പദവികൾ, അതുകൊണ്ട് തന്നെ ക്ലാസ് ലീഡർ മുതലുള്ള പദവികൾ, സ്കൂൾ ഡെപ്യൂട്ടി ലീഡർ പോലെയുള്ള പദവികൾ വഹിക്കുന്നതിനും, അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നതിനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് ഞാൻ നിർമ്മലഗിരി കോളേജിലാണ് ഡിഗ്രി ചെയ്തത്. അപ്പോൾ അവിടെയും രാഷ്ട്രീയ പ്രവർത്തനം, അന്ന് ഞാൻ KSC എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ KSCയുടെ യൂണിറ്റ് പ്രസിഡൻ്റായും, അതുപോലെ തന്നെ ഇലക്ഷനിലെല്ലാം സജീവമായിട്ട് പങ്കാളിയാകുന്നതിന് സാധിച്ചിട്ടുണ്ട്. PGക്ക് ശേഷം PG എടുത്ത് സെറ്റ്, മറ്റ് വിദ്യാഭ്യാസപരമായ എല്ലാ ക്വാളിഫിക്കേഷൻസും, ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആകുന്നതിന് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷൻസും നേടിയതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് അപ്പോയിൻമെൻറ്റ് ലഭിച്ചത് കരിക്കോട്ടക്കരി UP സ്കൂളിൽ തന്നെയാണ്, പഠിച്ച സ്കൂളിൽ തന്നെയാണ്. അത് വളരെ വലിയ ഒരു സന്തോഷകരമായ ഒരു അനുഭവമാണ്. എൻ്റെ ഗുരുനാഥന്മാരോടൊപ്പം ജോലി ചെയ്യാൻ ലഭിച്ച വലിയൊരു അവസരം. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചു. അപ്പോൾ അതിന് പിന്നീട് 2000 എനിക്ക് പ്രൊമോഷൻ ലഭിച്ചു. അങ്ങനെ ഞാൻ വെളിമാന ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിട്ട്, ചരിത്ര അധ്യാപകനായിട്ട് ജോലി ചെയ്തു. തുടർന്ന് എനിക്ക് അങ്ങാടിക്കടവിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയാണ്. അപ്പോൾ ഈ അവസരങ്ങളിലെല്ലാം ധാരാളം വിദ്യാലയവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും സജീവമായി ഇടപെടുന്നതിനുള്ള അവസരം എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഞാൻ ഏറ്റവും പ്രത്യേകമായി ഓർമ്മിക്കുന്നത്. അപ്പോൾ അങ്ങാടിക്കടവിൽ 2015 എത്തിയതിന് ശേഷം തുടർന്ന് ആ വിദ്യാലയത്തിൻ്റെ എല്ലാ വളർച്ചയ്ക്കും വേണ്ടി പല പ്രാവശ്യങ്ങൾ 100% വിജയം അക്കാദമിക് രംഗത്തും അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഈ വിദ്യാലയങ്ങളെല്ലാം നേടിയെടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിലെല്ലാം ശക്തമായ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തുടർന്ന് ഞാൻ അങ്ങാടിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു അനുഭവമാണ്. ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി, അതൊരു പൊതുസമൂഹത്തിന് വേണ്ടി, ഒരു വിദ്യാലയം എന്ന് പറയുന്നത് ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവിടെ അധ്യാപകർ മാത്രമല്ല, PTA-യും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും അവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിച്ച് ഒരു കുടക്കീഴിൽ ചേർത്ത് കൊണ്ടുപോകുമ്പോഴാണ് ഒരു വിദ്യാലയം അതിൻ്റെ ഏറ്റവും മികവുറ്റ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങാടിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റവും നല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഹയർ സെക്കൻഡറി സ്കൂളായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോഴെനിക്ക് 2024 ഞാൻ റിട്ടയറായി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിപ്പോഴും ഓർമ്മിക്കുന്നത് എനിക്ക് അതിനോടനുബന്ധിച്ച് ലഭിച്ച അവാർഡുകളാണ്. ദീപിക ദിനപത്രം ഒരു സപ്ലിമെൻ്റ് ഇറക്കിയിരുന്നു. അവാർഡ് കിട്ടിയതായി. അതെ. അപ്പോൾ അതെ. അപ്പോൾ അതിൽ തന്നെ മാർ വള്ളോപ്പള്ളി എക്സലൻസ് അവാർഡ്, വള്ളോപ്പള്ളി പിതാവിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷകരമായിട്ട് മറ്റൊന്നുമില്ല. നമ്മുടെ ഈ മേഖലയെ, കുടിയേറ്റ മേഖലയെ രൂപപ്പെടുത്തിയെടുത്ത് തന്നെ വള്ളോപ്പള്ളി പിതാവാണ്. അപ്പോൾ ആ അവാർഡ് എനിക്ക് നൽകിയത് അഭിവന്ദ്യ പാമ്പ്ളാനി പിതാവാണ്. പാമ്പ്ളാനി പിതാവ് നൽകിയ അവാർഡ്. അത് സപ്ലിമെൻ്റൽ കാര്യങ്ങൾ അതിനെപ്പറ്റിയൊന്നും പോകുന്നില്ല. മറ്റ് നിരവധി മേഖലകളിൽ എനിക്ക് വ്യക്തിപരമായും എൻ്റെ വിദ്യാലയത്തിനും ആർജിച്ചെടുക്കാൻ സാധിച്ച നേട്ടങ്ങളെപ്പറ്റി ആ സപ്ലിമെന്റിൽ വിശദമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയത്തിലോട്ട് വേഗം രാഷ്ട്രീയ പ്രവേശനം നമ്മുടെ വോട്ടർമാർക്ക് വേഗം അറിയേണ്ട ഒരു ക്യൂരിയോസിറ്റി അതാണ്. അപ്പോൾ ഒരു വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ പ്രവർത്തിച്ച എനിക്ക് ആ നാടിൻ്റെ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും, വിദ്യാർത്ഥികളുടെ കാര്യങ്ങളെപ്പറ്റി മാത്രമല്ല, നാടിൻ്റെ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും എനിക്ക് വ്യക്തമായ അവബോധമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പിതാവ് ശ്രീ അബ്രാഹം പാരിക്കാപ്പള്ളി വളരെ ചെറുപ്പം മുതൽ തന്നെ അയ്യങ്കുന്ന് പഞ്ചായത്തിന് അല്ലെങ്കിൽ ഈ നാടിൻ്റെ ആകെ സമഗ്രമായ വികസനത്തിനു വേണ്ടി സജീവമായി പ്രവർത്തിച്ച പാരമ്പര്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുതന്നെയാണ് ഞാനും കണ്ടുപിടിച്ചത്. തീർച്ചയായിട്ടും ഈ നാടിന് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ അതിന് ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളെയും, ഓരോരുത്തരെയും, എനിക്ക് തോന്നുന്നത് വളരെയധികം പേരെ എനിക്ക് പേര് പറഞ്ഞ് തന്നെ വിളിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ബന്ധം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള നാടുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, അത് കുറച്ചുകൂടി ജനോപകാരപ്രദമാക്കി മാറ്റണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പോൾ ഞാൻ ഈ ബ്ലോക്ക് പഞ്ചായത്ത് കരിക്കോട്ടക്കരി സ്ഥാനാർത്ഥിയാകാൻ, അല്ലെങ്കിൽ കരിക്കോട്ടക്കരി ഡിവിഷനിൽ നിന്നും മത്സരിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ദാസാ കേട്ടില്ലേ, ജോഷി സാറ് മത്സരരംഗത്തേക്ക് വരാനുള്ള കാരണം തന്നെ ആ ഒരു പാരമ്പര്യമായി കിട്ടി വന്ന ആ ഒരു ഇതുണ്ട്, പ്രവർത്തന ശൈലി. ആ ശൈലി തന്നെയാണ്. അപ്പോൾ മലയോരത്തിന് നമുക്ക് ഇതേപോലത്തെ സ്ഥാനാർത്ഥികളാണ് ശരിക്കും വേണ്ടത്, അല്ലേ? പാരമ്പര്യമുള്ള സ്ഥാനാർത്ഥികളാണ് വേണ്ടത്. നമുക്ക് രാഷ്ട്രീയമില്ല, ദാസനും വിജയന് രാഷ്ട്രീയമില്ല. പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ, സംസാരിച്ച് വരുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അതോടൊപ്പം തന്നെ സാറിപ്പം പറഞ്ഞല്ലോ പാരമ്പര്യമുണ്ട്. അപ്പോൾ സാറിൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് ഈ കരിക്കോട്ടക്കരി ഡിവിഷനിൽ വികസനങ്ങൾ എന്തൊക്കെയാണ് സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വേണമെന്നുള്ള രീതി? ഞാൻ പറഞ്ഞു, എൻ്റെ ഫാദർ മാത്രമല്ല, എൻ്റെ കുടുംബക്കാർ, ചേട്ടന്മാർ, ധാരാളം പേരെടുത്ത് പറയാം, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതൊന്നും പോകുന്നില്ല. അവരെല്ലാവരും നാടിനു വേണ്ടി ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ചെയ്തു വരുന്നവരാണ് ഇപ്പോഴും. എൻ്റെ പേരപ്പന്മാർ ഈ റോഡ് നിർമ്മാണം, അതുപോലെ തന്നെ പാലം നിർമ്മാണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ കരിക്കോട്ടക്കരി ഡിവിഷനിൽ നിന്നും വിജയിച്ച് വന്നാൽ ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. നമ്മുടെ ജനാധിപത്യ സംവിധാനം, അപ്പോൾ അത് ഒരു രാഷ്ട്രീയ ജനാധിപത്യം കൊണ്ട് മാത്രം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. സാമൂഹ്യ ജനാധിപത്യവും അതുപോലെ തന്നെ സാമ്പത്തിക ജനാധിപത്യവും പൂർണ്ണമായെങ്കിൽ മാത്രമേ ജനാധിപത്യം പൂർണ്ണമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സാമ്പത്തിക ജനാധിപത്യത്തിൻ്റെ ഈ എല്ലാ വശങ്ങളും പൂർണ്ണമാകണമെങ്കിൽ അധികാരം താഴെത്തട്ടിലേക്ക് എത്തണം.
അധികാര വികേന്ദ്രീകരണം, അതായത് നമ്മുടെ പഞ്ചായത്ത് രാജിൻ്റെ സ്വപ്നങ്ങൾ അത് പൂർണ്ണമായും യാഥാർത്ഥ്യമാകണം. അത് സാധ്യമാകണമെങ്കിൽ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടെയുള്ള ജനങ്ങളാണ്. പ്രാദേശികമായിട്ടാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത് തീരുമാനിക്കണമെങ്കിൽ അതറിയാവുന്ന ആളുകൾ വേണം, അതോടൊപ്പം ആ ജനങ്ങളോടൊപ്പം ആ കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഇപ്പോൾ പ്രത്യേകിച്ചും നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ സംസ്ഥാനം വളരെ വളരെ ഉയർന്ന നിലയിലാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോഴും നല്ലൊരു PSC കോച്ചിങ് സെൻ്ററുകളോ അതുപോലെ തന്നെ കായിക ഗ്രൗണ്ടുകളോ ഇതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോ ഇല്ല. തീർച്ചയായിട്ടും അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, തീർച്ചയായിട്ടും വളരെ വലിയ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാം എന്നുള്ള നമുക്ക് യാതൊരു പരിമിതികളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ അബ്ദുൽ കലാമൊക്കെ പറഞ്ഞ സ്വപ്നങ്ങളാണ്. പക്ഷേ ആ പരിമിതികൾക്ക് നടുവിലും തീർച്ചയായും നമുക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കറിയാം, വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ, വയോജനങ്ങൾ പല വീടുകളിലും നിങ്ങൾക്കറിയാം, ഞാൻ അതിലേക്കൊന്നും വിശദീകരിച്ച് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വയോജനങ്ങൾക്ക് പകൽ സമയങ്ങളിൽ എന്തൊരു വിരസമായ ജീവിതമാണ് എന്ന് ഇപ്പോഴെനിക്ക് ഈ ഇലക്ഷൻ സമയത്ത് പല വീടുകളിലും പര്യടനം നടത്തിയപ്പോൾ നേരിട്ടത് അനുഭവിക്കാൻ സാധിച്ച അറിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഒരു മേഖലയിൽ ഒരു പകൽ വീട്, അപ്പോൾ കുറച്ച് സമയം, ഏതാനും മണിക്കൂറുകൾ ആ ഭാഗത്തുള്ള ആളുകൾ അവിടെ ഒന്നിച്ച് അവർ സംസാരിച്ച് അവർ ചെറിയ ചെറിയ വിനോദങ്ങളിൽ ഏർപ്പെട്ട്, അപ്പോൾ അതിനുള്ളൊരു സംവിധാനം ഏറ്റവും അത്യന്താപേക്ഷിതമാണ് പകൽ വീടുകൾ. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ. പിന്നീട് നമുക്കറിയാം, നമുക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, വന്യമൃഗശല്യം നമ്മുടെ നാട് നേരിടുന്ന അല്ലെങ്കിൽ നമ്മുടെ കാർഷിക വ്യവസ്ഥിതിയെ തന്നെ ഏറ്റവും തകിടം മറിക്കുന്ന ഒന്നാണ് വന്യമൃഗശല്യം. ഞങ്ങളുടെ ഈ ഇന്റർവ്യൂവിലെ ചോദ്യത്തിലെ ഒരു തനി ചോദ്യമാണ് ഈ വന്യമൃഗം എന്നുള്ളത്. അത് തനിയായിട്ട് നമുക്ക് പറയേണ്ട കുറേ കാര്യങ്ങളാണ്. ഇതിലിപ്പം നമ്മുടെ ജോഷി സാറ് പറഞ്ഞു വന്നതിൽ ഏറ്റവും അധ്യാപകൻ എന്ന നിലയിൽ ആദ്യം എത്തിയത് വിദ്യാഭ്യാസ മേഖലയാണ്, രണ്ടാമത് സ്പോർട്സ് ആണ്, മൂന്നാമത് നമ്മുടെ കാർഷിക മേഖല, മാതാപിതാക്കൾ, അവർക്കൊക്കെ സംരക്ഷണം നൽകുന്ന നല്ല സ്വപ്നങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് ജോഷി സാറ്. അതേപോലെ ജോഷി സാർ അടുത്ത ചോദ്യത്തിലോട്ട് നമുക്കൊരു രസകരമായ, ഞങ്ങൾ ജോഷി സാറിൻ്റെ എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നില്ല, സ്ഥാനാർത്ഥി, അതായത് സൗഹൃദ സ്ഥാനാർത്ഥി. അദ്ദേഹവും ഞങ്ങളെ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ സൗഹൃദ സ്ഥാനാർത്ഥിയുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ ബഹുമാനത്തോടെയാണ് ജോഷി സാറിനെ ഞങ്ങളുടെ അടുത്ത് അഭിസംബോധന ചെയ്തത്. പുള്ളി പ്രത്യേകിച്ച് പറഞ്ഞു, ഞങ്ങളുടെ തമ്മിലുള്ള മത്സരം എപ്പോഴും സൗഹൃദ മത്സരമായിരിക്കും, ഞങ്ങൾ തമ്മിലുള്ള മത്സരം ഒരു ജനാധിപത്യത്തിൻ്റെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ടുള്ളൊരു മത്സരമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാറിൻ്റെ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച്? തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു മാറ്റങ്ങളുമില്ല. അതാണല്ലോ ഒരു ജനാധിപത്യം, നമ്മൾ സഹിഷ്ണുതയോടുകൂടി. ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പുകൾ തീർച്ചയായിട്ടും അതെല്ലാം ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അതിനെ നല്ല അർത്ഥത്തിൽ കാണുക എന്നുള്ളതാണ്. മനോജ് നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയാണ്. ഞാൻ പൂർണ്ണമായിട്ടും അതിനോട് യോജിക്കുന്നു. അതുപോലെ തന്നെ കുടുംബവുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം അത് തീർച്ചയായിട്ടും എനിക്ക് മത്സരമാണ്. ഒരാളുടെ വിജയിച്ചേ ഒക്കെയുള്ളൂ. അതാണ് മത്സരത്തിന്റെ ഇത്. അതും നമ്മളെ സൗഹൃദങ്ങൾ വിടാതെയുള്ള മത്സരമാകുമ്പോൾ അതിന് ഭംഗിയുണ്ടാവും. അപ്പൊ ദാസ, അടുത്തത് ഇപ്പം ജോഷി സാറ് ഒരു അധ്യാപകനാണ്. അപ്പോൾ ഒരു 2 ചോദ്യങ്ങൾ സിമ്പിളായിട്ട് ഞാൻ ചോദിക്കാം. നമ്മുടെ പുതുതലമുറ ഇപ്പോൾ ജനാധിപത്യത്തിൽ നിന്നൊക്കെ ഒരു പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുക്കാണ്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അതോടൊപ്പം തന്നെ ലഹരി, ഒരു അധ്യാപന രീതിയിൽ ഒരുപാട് ലഹരി വിരുദ്ധ ക്യാമ്പുകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ ഈ രംഗത്ത് വളരെ സ്തുത്യർഹമായ രീതിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു ലഹരി വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് തലശ്ശേരി അതിരൂപതയിലാണ്. ഏറ്റവും ആദരണീയനായ തോമസ് തൈത്തോട്ടത്തിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആൻറ്റി ഡ്രഗ്സ് സ്റ്റുഡൻസ് യൂണിയൻ. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥി സംഘടന എൻ്റെ വിദ്യാലയത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാലയങ്ങളിൽ അതിൻ്റെ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും
വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ബോധവൽക്കരണം നൽകുന്നതിനും അവരെ ഈ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനും ഏറ്റവും നല്ല രീതിയിൽ ഇടപെടുന്നതിന് ഈ വർഷങ്ങളിലെല്ലാം എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ രംഗത്ത് ധാരാളം അവാർഡുകൾ ആൻറ്റി ഡ്രഗ്സ് സ്റ്റുഡൻസ് യൂണിയൻ ഞാൻ ആനിമേറ്ററായി പ്രവർത്തിച്ച എൻ്റെ വിദ്യാലയങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. അപ്പം മറ്റൊന്നുകൊണ്ടല്ല, പുതുതലമുറയെ ലഹരി എന്ന ഈ വിപത്തിൽ നിന്നും രക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ രംഗത്ത് അധ്യാപകർക്ക് നല്ലൊരു പങ്കാണ് വഹിക്കാനുള്ളത്. അധ്യാപകർ ചെയ്യുന്ന മഹത്തായ ഒരു ജോലി, പുതുതലമുറയെ വാർത്തെടുക്കുക എന്നുള്ള മഹത്തായ ഒരു ജോലി, അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടമാണ്. അതോടൊപ്പം നമുക്കറിയാം, പഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും സഹായമുണ്ടെങ്കിൽ മാത്രമേ, ഞാൻ അങ്ങാടിക്കടവിലായിരിക്കുമ്പോൾ, പ്രിൻസിപ്പളായിരിക്കുമ്പോൾ, എനിക്ക് അങ്ങാടിക്കടവ് ആ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളുടെയും, അത് തൊഴിലാളികളോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളോ അല്ലെങ്കിൽ കച്ചവടക്കാരോ ഏത് വിഭാഗവുമായിക്കോട്ടെ, എല്ലാവരും ചേർന്ന് നിന്നാൽ മാത്രമേ ഈ ലഹരിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ കൃത്യമായിട്ട് അതിനെതിരെ ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ടൗണിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഒരു കുട്ടി ഏതെങ്കിലും സംശയാസ്പദമായ എന്തെങ്കിലും അവിടെ കണ്ടാൽ അപ്പോൾ തന്നെ എന്നെ വിളിച്ചറിയിക്കുമായിരുന്നു അവിടെയുള്ള ആളുകൾ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ലഹരിക്കെതിരെയുള്ള ഒരു കൂട്ടായ പ്രവർത്തനം, അത് തീർച്ചയായിട്ടും അത് ഞാൻ വിജയിച്ചാൽ ഒന്നാമതായിട്ട് അതിന് വേണ്ട എല്ലാവിധ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കും. അത് നല്ല രീതിയിൽ തന്നെ നടപ്പിൽ വരുത്തും. അത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ. ജോഷി സാർ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകനുമായി ഇതേ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഞങ്ങൾ ഇതേ ലഹരിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത്, അധ്യാപകരും മാതാപിതാക്കളും കുറച്ചുകൂടി കർക്കശക്കാരാകണമെന്നാണ്. ആ കാർക്കശ്യത്തിൻ്റെ കുറവാണ് ഇപ്പോഴത്തെ തലമുറ അനുഭവിക്കുന്ന ഈ ദുരന്തത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ദാസൻ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ബാക്കിയുണ്ട്, ജനാധിപത്യത്തിൻ്റെ കുറിച്ച്, അതായത് നമ്മുടെ ഇവിടെ നിന്നുള്ള ഒഴുക്ക്, നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴുക്ക്, ആ രണ്ട് ചോദ്യത്തിനും കൂടെ ഒന്ന് മറുപടി. കാർക്കശ്യ സ്വഭാവത്തെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ഥാപനം നല്ല രീതിയിൽ പോകണമെങ്കിൽ അത് ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ പോകണം. അവിടെ ആവശ്യമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും എല്ലാം ഉണ്ടാകണം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ തെറ്റുകളെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് അധ്യാപകൻ്റെ ചുമതലയാണ്. എന്നാൽ അത് പോസിറ്റീവായിരിക്കണം. അനാവശ്യമായി ഒരു കുട്ടിയെയും നമ്മൾ ഹേർട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ കൂടുതലായിട്ട് നമ്മൾ കാർക്കശ്യം കാണിച്ചാൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് വരാൻ പറ്റുമെന്ന്. കാരണം മറ്റൊന്നുമല്ല, അവർ പല രീതിയിൽ അവിടെ അടിച്ചമർത്തപ്പെടുകയാണ്. അപ്പം കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്ന മേഖല എപ്പോഴും നമുക്കൊരു കുഞ്ഞിനെ ഇങ്ങനെ അടിച്ചമർത്തി വെക്കാൻ പറ്റില്ല. അവർ വിഹരിക്കേണ്ടത് സ്വതന്ത്രമായ അനന്തമായ വിശാലമായ ലോകത്തിലേക്കാണ് അവർ പോകുന്നത്. അവിടെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവിടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ ഒരു കൺട്രോളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആവശ്യമായ ബോധവൽക്കരണം കൃത്യമായിട്ട് നൽകി അവരെ നമ്മോട് ചേർത്ത് പിടിക്കണം. അപ്പോൾ അതാണ് ഞാൻ ആ ഒരു ശൈലിയാണ് പിന്തുടർന്നിട്ടുള്ളത്. നമ്മുടെ ഇവിടെ നിന്നുള്ള നമ്മുടെ യുവാക്കളുടെ ആ കൊഴിഞ്ഞുപോക്ക്, ഇന്ത്യൻ ജനാധിപത്യത്തിൽ വരുന്ന ആ അത് പ്രവണത ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഒരു പ്രതിസന്ധി തന്നെയാണത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ ആവശ്യമായ രീതിയിൽ, അത് ഫലപ്രദമായ രീതിയിൽ നമ്മളത് ഉപയോഗിക്കാത്തത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ധാരാളം സംരംഭങ്ങൾ നമുക്ക് നാട്ടിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം ആരംഭിക്കാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കഴിഞ്ഞ 10 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 3 ലക്ഷത്തിനടുത്ത് തൊഴിലവസരങ്ങൾ ഗവൺമെൻറ് തലത്തിൽ നൽകുന്നതിന് ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ PSC നിയമനങ്ങൾ, ഇന്ത്യയിൽ നടക്കുന്ന PSC നിയമനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഏകദേശം 60% നടക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ നമ്മുടെ യുവജനങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവർക്ക് ആവശ്യമായ പിന്തുണ നൽകി ഗവൺമെൻറ്റും പൊതുജന സമൂഹവും ഒപ്പരമുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് നൽകിയാൽ
നമ്മുടെ മനുഷ്യ വിഭവ ചോർച്ച കുറേയെങ്കിലും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പക്ഷെ അതേ സമയത്ത് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ലോകം എല്ലാം ഒന്നാണ്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. അത് തൊഴിൽ അവസരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ തേടണം, അതിനൊന്നും ഞാൻ എതിരല്ല. തീർച്ചയായിട്ടും നമുക്കതിന് പോകണം. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മുടെ നാട്ടിലെ അവസരങ്ങൾ കൂടി വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ നമ്മുടെ യുവജനങ്ങൾ തയ്യാറായാൽ അവരുടെ കഴിവുകൾ, മനുഷ്യ വിഭവശേഷി നമ്മുടെ രാഷ്ട്രത്തെ കൂടുതൽ മികവിലേക്ക്, കൂടുതൽ വളർച്ചയിലേക്ക് നയിക്കുവാൻ സഹായിക്കും എന്നുള്ളതാണ് എനിക്കിത് സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾ, എനിക്ക് 3 പെൺകുട്ടികളാണുള്ളത്. ഞാൻ അവരെ 3 പേരെയും ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിച്ച് ഇവിടെ തന്നെ ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആ രീതിയിലാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ വിദേശ ജോലികൾ അത് അനിവാര്യമാണ്. ധാരാളം നമുക്കറിയാം ഇവിടെ കേരളം നല്ല രീതിയിലുള്ള ഒരു വളർച്ചയിലേക്ക് വന്നിട്ടുള്ളത് ഗൾഫിലെ തൊഴിലവസരങ്ങളും അതേപോലെ തന്നെ മറ്റ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ജർമ്മനി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനും അതുപോലെ തന്നെ അവിടെ തൊഴിൽ നേടുന്നതിനും എല്ലാമുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതിൻ്റെ മാറ്റം ഇവിടെ കാണാനുണ്ട്. അതെ, അത് നമ്മൾ തീർച്ചയായും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം. പക്ഷെ അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ആ ഒരു പ്രവണത ഒഴിവാക്കിയേ പറ്റൂ. അപ്പോൾ മക്കളെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ അധ്യാപികയാണ് വൈഫ് അല്ലേ? ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് അധ്യാപന ജീവിതമൊക്കെ കഴിഞ്ഞ് ഈ രാഷ്ട്രീയ മത്സരത്തിലേക്ക് കടന്നപ്പോൾ വീട്ടുകാരുടെ ഒരു സപ്പോർട്ടും ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ ഒരു സപ്പോർട്ട്? വീട്ടുകാർ എല്ലാവരും തന്നെ. എൻ്റെ വൈഫ് കരിക്കോട്ടക്കരി UP സ്കൂളിലെ ടീച്ചറാണ്. ആദ്യമൊക്കെ ഒരല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും പിന്നീട് പൂർണ്ണമായിട്ടും സഹകരിക്കുന്ന രീതിയാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, അവരെല്ലാം എല്ലാവരുടെയും ഒരു സപ്പോർട്ട്. അപ്പം അത് വലിയൊരു കാര്യമായിട്ട് കൈമുതലാണ്. വലിയൊരു കാര്യം സാർ. അടുത്തത് നമ്മൾ സമയങ്ങൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ മേഖല പൂർണ്ണമായും കാർഷിക മേഖലയാണ്. അത് അപ്പച്ചൻ തുടങ്ങി കുടിയേറ്റ കർഷകരാണ്, കുടിയേറി വന്നവരാണ്. ജോഷി സാറ് അതിൻ്റെ 2nd ജനറേഷനാണ്. അപ്പോൾ അതൊരു ആ ഒരു കാർഷിക മേഖലയ്ക്ക് ജയിച്ചു വരുമ്പോൾ എന്താണ് കാർഷിക മേഖലയ്ക്ക് നൽകാൻ പോകുന്ന മുൻഗണന ഒന്ന് വളരെ ചുരുക്കി? നമ്മുടെ നാടിൻ്റെ നട്ടെല്ല് എല്ലാവർക്കും അറിയാം, അത് നമ്മുടെ കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയെ അവഗണിച്ചുകൊണ്ട് നമുക്ക് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ, ഈ നാടിൻ്റെ ഓരോ മേഖലയുടെയും പരിസ്ഥിതിയും അതോടൊപ്പം തന്നെ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഇവിടെ എന്തെല്ലാം വിളകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതും അതിൽ നമ്മൾ എങ്ങനെ പങ്കാളികളാകാൻ സാധിക്കും എന്നുള്ളതുമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഈ നാടിൻ്റെ കാർഷിക നയം രൂപീകരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് റബ്ബർ പ്രധാനപ്പെട്ട ഒരു വിളയാണ്. അപ്പോൾ അതിൻ്റെ ഈ നാണ്യവിളയുടെ വില സ്ഥിരമായി ലഭിക്കാൻ ഇപ്പോഴത്തെ ഗവൺമെൻറ് 200 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇനിയും കൂടുതൽ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ആ രംഗത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്യമൃഗശല്യം. അത് ഒഴിവായാൽ തന്നെ എന്തുകൊണ്ട് നമുക്കിവിടെ ഷൂട്ടർമാരുണ്ട് പഞ്ചായത്ത് തലത്തിൽ, പക്ഷെ അവരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഓരോ മേഖലയിലും ഈ കാട്ടുപന്നി ശല്യം അതേപോലെയുള്ള മറ്റു വന്യമൃഗശല്യം ഒഴിവാക്കിയാൽ നമുക്ക് ധാരാളം മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ മരച്ചീനി, അതുപോലെ തന്നെ അതോടനുബന്ധിച്ചുള്ള മറ്റ് ധാരാളം കൃഷികൾ, വാഴകൾ, അതുപോലെ തെങ്ങ് കൃഷി, ഇതെല്ലാം നമുക്ക് കവുങ്ങ്, ഇതെല്ലാം ഓരോ പ്രദേശത്തിന് അനുയോജ്യമായ രീതിയിൽ. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ ആരംഭിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ യുവജനങ്ങൾ ഇതിലേക്ക് വരാത്തതിൻ്റെ കാരണം എന്താ? അവർക്ക് ഇതത്ര ഒരു ആകർഷകമല്ല. അവര് കൃഷിയെ ബിസിനസ്സായി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതെ, മാത്രമല്ല ഇത് സാമ്പത്തികമായി നേട്ടമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സമൂഹത്തിൽ ഒരു കൃഷിക്കാരനെ പൂർണ്ണമായ അർത്ഥത്തിൽ അംഗീകരിക്കുവാൻ ഏതെല്ലാമോ കാരണങ്ങൾ കൊണ്ട് പൊതുസമൂഹത്തിന് ചില വിഭാഗങ്ങൾക്ക് ഇപ്പോഴും മടിയാണ്. വൈറ്റ് കോളർ ജോബ്, അത് മാത്രമാണ് ജോലി എന്നുള്ള ഒരു സമീപനം ചിലരുടെ ഇടയിൽ എങ്കിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വിവാഹ
സംബന്ധമായ കാര്യങ്ങളിലേക്ക് എല്ലാം പോകുമ്പോൾ നിങ്ങൾക്കെല്ലാം അത് കൃത്യമായിട്ട് അറിയാം. നമ്മളത് രണ്ട് രീതിയിൽ സംസാരിച്ചത് കൊണ്ട് കാര്യമില്ല. കാര്യങ്ങൾ പറയുമ്പോൾ അത് വ്യക്തമായിട്ട് തന്നെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ എപ്പോഴും അഭിമുഖീകരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മനോഭാവം തീർച്ചയായും മാറേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ കൂടുതൽ യുവജനങ്ങൾ കാർഷിക മേഖലയിലേക്ക്, അതോടനുബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങളെല്ലാം നമുക്കറിയാം, കന്നുകാലി വളർത്തലുകൾ, ഇതിനെല്ലാം നല്ല സബ്സിഡികൾ ഗ്രൂപ്പ് ഫാമിങ്ങിന് ധാരാളമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ലഭ്യമാക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല. ഇവിടെയാണ് ഒരു പഞ്ചായത്ത് അംഗത്തിൻ്റെ പ്രസക്തി. അത് കൃത്യമായി മനസ്സിലാക്കി ഗവൺമെൻറ്റിൽ നിന്നും നമുക്ക് എന്താണ് ലഭിക്കാനുള്ളത്, എന്താണ് നമുക്ക് ലഭിക്കേണ്ടത്, അത് മനസ്സിലാക്കുകയും അത് ആവശ്യമായ രീതിയിൽ കൃത്യമായി ഓരോ മേഖലയിലും അത് എത്തിക്കുകയും ചെയ്യുക. അവിടെ അതിനാവശ്യമായ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുക. ആ ഗ്രൂപ്പുകളിലൂടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വലിയ സബ്സിഡിയാണ് ഇതിനെല്ലാം ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രദേശത്തിൻ്റെ കാർഷിക മേഖലയുടെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച അത് ഏറ്റവും നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടി ശക്തമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കും. കൂടെ നിൽക്കും, തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും, ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും. ജോഷി സാറ് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചോ? കർഷകൻ ഒരു നമ്മുടെ നാടിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ്. അവനെ പുതുതലമുറ അംഗീകരിക്കണം. അത് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതൊരു നേരെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സാറത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, കർഷകർ ചെളിയിൽ കാല് വെക്കുന്നത് കൊണ്ടാണ് നമ്മൾ അന്നത്തിൽ കൈവെക്കുന്നത്. എത്ര അർത്ഥവത്താണ്. അപ്പോൾ സാർ അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നതും അതാണ്. അപ്പോൾ സാർ എല്ലാവിധ ആശംസകളും നേരുകയാണ്. സാറിൻ്റെ കൂടെ ഇപ്പോൾ ദാസനും വിജയനും വിദ്യാർത്ഥികളായി സാറിന് മുമ്പിൽ നിന്നുവെന്ന് മാത്രം ഒരുപാട് നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ദാസനും വിജയനും രാഷ്ട്രീയമില്ല. അത് ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്, ഞങ്ങൾ കൂടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് എപ്പോഴും രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ ജോഷി സാറിന്റെ വോട്ടർമാരോട് പറയാനുള്ളത്, അപ്പോൾ ഞാൻ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ കരിക്കോട്ടക്കരി ഡിവിഷനിൽ നിന്നും ജനവിധി തേടുകയാണ്. എൻ്റെ ചിഹ്നം 2 തീർച്ചയായും ഈ കരിക്കോട്ടക്കരി ബ്ലോക്കിൽ നിന്നും ഞാൻ വിജയിച്ചു വന്നാൽ ഈ നാടിൻ്റെ സമഗ്രമായ വികാസത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പിന്തുണ, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം എന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെയും ആശംസകൾ അറിയിക്കുകയാണ്. അധ്യാപകനാണ്, ഒരു വലിയ ശിഷ്യസമ്പത്ത്, അതിലേറെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെയുള്ള അതെല്ലാം വോട്ടായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചെറു പ്രായത്തിൽ തന്നെ വിവിധ സംഘടനകളിലൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള അധ്യാപകനുമാണ്. അപ്പോൾ സാറിന് എല്ലാവിധ ആശംസകളും ദാസനും വിജയനും നേരുകയാണ്. ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാജുലേഷൻ. താങ്ക് യു.